നമസ്കാരം, ഗൃഹപാഠത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഗൃഹപാഠത്തിൽ നമുക്ക് ഫെങ് ഷൂയി അഥവാ ചൈനീസ് വാസ്തുശാസ്ത്രത്തെക്കുറിച്ച് മനസ്സിലാക്കാം. അതിഥിയായെത്തിയിരിക്കുന്നത് ചൈനീസ് വാസ്തുശാസ്ത്ര രംഗത്ത് 12 വർഷമായി പ്രവർത്തിക്കുന്ന പ്രശസ്ത ഫെങ് ഷൂയി മാസ്റ്റർ ശ്രീ ചന്ദ്രബോസ് സൂര്യമഠം. അദ്ദേഹത്തെ നമുക്ക് ഗൃഹപാഠത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സാർ. സാർ, എനിക്ക് ഇന്ന് അറിയാനുള്ള ഒരു പ്രത്യേക ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഫെങ് ഷൂയി നമ്മൾ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വർഷങ്ങളുടെ മാറ്റത്തിനനുസരിച്ച് എന്തെങ്കിലും വ്യതിയാനം ഫെങ് ഷൂയിൽ ചെയ്യേണ്ടതുണ്ടോ? എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ടോ? മാറ്റം വരുന്നുണ്ടോ? അതായത് നമ്മൾ ബേസിക് ഫെങ് ഷൂയി എന്ന് പറയുമ്പോഴത്തേക്ക് സാധാരണ ആൾക്കാർക്ക് ഇപ്പോൾ ആർക്കും ചെയ്യാവുന്നതാണ്. ഈ മാർക്കറ്റിൽ കിട്ടുന്ന സാധനം കൊണ്ട് ഇതെങ്കിലും ഒരു ഭാഗത്ത് വെച്ച് കൊടുക്കുക. തെക്ക് കിഴക്കുന്നു, വടക്ക് കിഴക്കുന്നു, തെക്ക് പടിഞ്ഞാറുന്നു, വടക്ക് പടിഞ്ഞാറെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സാധനങ്ങൾ കിട്ടും. അത് വാങ്ങിച്ചിട്ട് അതിൽ നിന്നെല്ലാം വളരെയധികം ഉയർന്ന തലങ്ങളിലുള്ളതാണ് ഫ്ലൈയിങ് സ്റ്റാർ ഫെങ് ഷൂയി. അത് പറക്കുന്ന നക്ഷത്രങ്ങൾ. അപ്പോൾ ഈ നക്ഷത്രങ്ങൾ, പറക്കുന്ന നക്ഷത്രങ്ങളെ ആസ്പദമായിട്ട് നോക്കുമ്പോൾ ഓരോ വർഷവും അതിൻ്റെതായ മാറ്റങ്ങൾ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ കാര്യങ്ങളെല്ലാം വടക്ക് പടിഞ്ഞാറായിട്ട് ഒന്നും ചെയ്യരുത്, വിൻഡ് ചെയിൻ്റെ കാര്യങ്ങളും മറ്റെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ വരുന്നത് ഹോഴ്സ് ഇയർ ആണ്, കുതിരയുടെ വർഷമാണ്. അപ്പോൾ കുതിരയെ നമ്മൾ തെക്ക് വശത്തായിട്ട് വെക്കണം. തെക്ക് വശത്ത് വളരെയധികം ചുവപ്പ് വയ്ക്കുക, റെഡ് മയമാക്കുക എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞത്. തെക്ക് കിഴക്ക് നിൽക്കുന്ന തെക്ക് കിഴക്ക് ഭാഗം കിച്ചണിൽ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളെല്ലാം, പ്ലേറ്റുകളും നമ്മൾ കൈ ഉടയ്ക്കുന്ന തുണി വരെ റെഡ് ആയിരുന്നാൽ വളരെയധികം നല്ലതാണ്. അത് തെക്ക് വശത്തിന് വളരെയധികം ചുവപ്പിക്കാം, ചുവന്ന ലൈറ്റ് കൊടുക്കാൻ, ചുവന്ന പെയിന്റ് കൊടുക്കാൻ, ചുവന്ന കർട്ടൻ ഇടാം. ഹോഴ്സിന്റെ സ്ഥാനം അവിടെയാണ്, ഈ തെക്ക് കിഴക്കാണ്. അപ്പൊ അതുപോലെ തന്നെ അതിനകത്ത് അപ്പൊ ഏറ്റവും നല്ല ഒരു സ്റ്റാറാണ് ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന 8 അത് സൗത്തിലാണ് വരുന്നത്. അപ്പൊ ഏറ്റവും മോശമായിട്ടുള്ള സ്റ്റാർ എന്ന് പറയുമ്പോഴത്തേക്ക് നെഗറ്റീവായിട്ടുള്ള സ്റ്റാറാണ് നമുക്ക് 5 എന്ന് പറയുന്നത്. അപ്പൊ അത് വന്നിരിക്കുന്നത് വടക്ക് പടിഞ്ഞാറാണ്. അപ്പൊ വടക്ക് പടിഞ്ഞാറ് വശത്ത് ഒരു കാര്യം ചെയ്യാൻ പാടില്ല, നമ്മൾ ആവർത്തന വിരസത വേണ്ട, പറഞ്ഞു കഴിഞ്ഞു. അതുപോട്ടെ. അപ്പൊ നമ്പർ വടക്ക് ഭാഗത്ത് ഒന്നും ചെയ്യാൻ പാടില്ല. വടക്ക് പടിഞ്ഞാറായിട്ട് കുഴിയെടുക്കാനോ ഡ്രില്ലിങ്ങോ സൗണ്ടോ ശബ്ദങ്ങളോ കിച്ചണോ തീയോ ചുവന്ന നിറങ്ങളോ ഒന്നും വരാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു ഈ വർഷം. അപ്പൊ അത് ചൈനയിലാണ്. നമുക്ക് അനുയോജ്യമായ രീതിയിൽ ഏതാണെന്ന് വെച്ചാൽ നമുക്ക് തിരഞ്ഞെടുക്കാം. പക്ഷേ ഇതിൽ നിന്നെല്ലാം വിഭിന്നമായിട്ട് ഇപ്പൊ ചോദിച്ചതിന്റെ മറുപടി എന്ന് പറയുമ്പോഴത്തേക്ക് വടക്ക് പടിഞ്ഞാറല്ലാതെ കിഴക്ക് വശവും ഇൻലെസ് സ്റ്റാർ എന്ന് പറയുന്ന നമ്പർ 2 വരുന്നത് കിഴക്ക് വശത്താണ്. അപ്പൊ നമ്മുടെ കേരളത്തിൽ ഏറ്റവും അധികം ആൾക്കാർ കിഴക്കോട്ട് പ്രധാന വാതിൽ വെച്ചിട്ടുള്ള വീടുകളും സ്ഥാപനങ്ങളും ഒക്കെയാണ് ഇന്ന് ഏറ്റവും കൂടുതലുള്ളത്. അപ്പൊ ഈ കിഴക്ക് വശത്ത് ഈ ഇൽനെസ് സ്റ്റാർ എന്ന് പറയുന്ന നമ്പർ 2 വന്നിരിക്കുന്നത് വളരെയധികം മോശകരമായിട്ടുള്ള ഒരു വർഷമാണ് കിഴക്കോട്ട് നോക്കിയിരിക്കുന്ന വീടുകൾക്കെല്ലാം ഉള്ളത്. പക്ഷെ അങ്ങനെ വിചാരിക്കുമ്പോഴത്തേക്ക് നമ്മൾ വിചാരിക്കേണ്ടതില്ല കിഴക്കോട്ട് നോക്കിയിരിക്കുന്ന വീടിനെ എടുത്തിട്ട് നമുക്കിപ്പോൾ ഇടിച്ചു മാറ്റി വടക്കോട്ടാക്കാൻ പറ്റും, അത് കഴിയില്ല. പക്ഷെ അതാണ് ഫെങ് ഷൂയുടെ മഹത്വവും ലോകമാകെ ഫെങ് ഷൂ അംഗീകരിക്കാനുള്ള കാരണം അതിനുള്ള റെമഡികളുണ്ട്, പരിഹാരങ്ങൾ ഫെങ് ഷൂയിൽ പറയുന്നുണ്ട്. അപ്പൊ കിഴക്കോട്ട് നോക്കി നിൽക്കുന്ന വീടുകളിൽ ഈ വർഷം സംഭവിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും പ്രായമായ സ്ത്രീകളോ മറ്റ് വീട്ടിലെ സ്ത്രീകൾക്കും ഗർഭിണികളായ സ്ത്രീകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കിഴക്ക് വശത്തു നിന്നുള്ള റൂമിൽ നിന്ന് മാറിക്കിടക്കണം. അതായത് വയർ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, ഗർഭഛിദ്രം അങ്ങനെയൊക്കെ ഉള്ളത് വരാനുള്ള സാധ്യത കൂടുതലാണ്. പുരുഷന്മാർക്കാണെങ്കിൽ വഴക്ക്, കോടതി കേസുകൾ, ലഹള അങ്ങനെയൊക്കെയുള്ള ഒരുപാട് അസുഖങ്ങളൊക്കെ വരാൻ കിഴക്ക് ദർശനം മാറ്റിയിരിക്കുന്ന ബിസിനസ് സ്ഥാപനങ്ങൾക്കും ഈ വർഷം വളരെയധികം ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പൊ അതിനുള്ള റെമഡി ഫെങ് ഷൂയിലുണ്ട്. അത് നമ്മൾ ചെയ്യുമ്പോൾ അതങ്ങ് മാറി കിട്ടും. അത് മെയിനായിട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് കിഴക്ക് വശത്ത് ചെയ്യാൻ പാടില്ലാത്ത, ആക്റ്റീവ് ആക്കാൻ പാടില്ലാത്ത കാര്യത്തിനെ പറ്റി പറഞ്ഞുതരാം. ഒരു കാരണവശാലും കിഴക്ക് വശത്ത് മ്യൂസിക് സിസ്റ്റം ഇരിക്കാൻ പാടില്ല. കിഴക്കാണ് വെച്ചിരിക്കുന്നെങ്കിൽ അത് മാറ്റുക, അത് പാടില്ല. അത് അനക്കം ഉണ്ടാകുന്ന, വൈബ്രേഷൻ ഉണ്ടാകുന്ന ഒരു സാധനങ്ങളും കിഴക്ക് വശത്ത് വെക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതാണ് അതിന്റെ പരിഹാരം. അതായത് ഗുണം ചെയ്യുന്നതിനേക്കാൾ, അതായത് ഒരു വീട്ടിൽ ചെന്ന് നമ്മൾ ഫെങ് ഷൂയി ചെയ്യാൻ ചെല്ലപ്പോഴത്തേക്ക് ആദ്യമേ ആ വീടിനെ ആക്റ്റീവ് ആക്കിയല്ല, എന്തെല്ലാം ഷാർച്ചി നെഗറ്റീവായിട്ടുള്ള എനർജി, എന്തെല്ലാം ദോഷകരമായവ ഉണ്ടോ അവയെല്ലാം പുറന്തള്ളുകയാണ് ആദ്യം ചെയ്യേണ്ടത്. അതിനുശേഷമായിരിക്കണം നമ്മൾ ഫെങ് ഷൂയി ടൂൾസുകൾ ഉപകരണങ്ങളും വെച്ച് അവിടെ ഊർജം പകരേണ്ടത്. അതല്ലാതെ ചവറ്റുകുട്ടയ്ക്കകത്ത് നിന്നിട്ട് നമ്മൾ കുറെ സാധനങ്ങളിലൂടെ വാരി വെച്ചു എന്ന് വെച്ചിട്ട് നമ്മൾ ചെയ്തു കൊടുത്തതെന്ന് വെച്ചാൽ അത് ഫെങ് ഷൂയി ആവില്ല. അപ്പൊ ആദ്യം നമ്മൾ മോശകരമായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള എനർജിയെ, എനർജിയെ എന്തെല്ലാം നെഗറ്റീവായിട്ടുള്ളതുണ്ടോ, കില്ലിംഗ് ചീ എന്താണോ അവിടെ ഉള്ളത്, ഏത് രീതിയിൽ നിന്നാണ് പോയിസൺ ആരോസ് വരുന്നത്, ഏത് രീതിയിൽ നിന്നാണ് നമ്മളെ ഉപദ്രവിക്കുന്നത്, അങ്ങനെ ഉള്ളവയെല്ലാം പുറത്താക്കിയതിന് ശേഷം വേണം. അങ്ങനെ പുറത്താക്കുമ്പോൾ തന്നെ അവിടെ ആക്റ്റീവായി കഴിഞ്ഞു,
അവിടെ ശരിക്കുള്ള ഊർജ്ജം വന്നു കഴിഞ്ഞു. അതിനു ശേഷം നമ്മൾ ഓരോ റെമഡികൾക്ക് വേണ്ടിയിട്ട് ഇതിനൊക്കെയുള്ള ഉപകരണങ്ങളും കൂടി വേണ്ടി വന്നാൽ മാത്രം ഉപയോഗിച്ചാൽ, നമ്മൾ സാധാരണ വിചാരിക്കുന്ന കണക്ക് ഇപ്പോൾ 3 leg frog, മുക്കാലം തവള, ഇല്ലെങ്കിൽ ലാഫിംഗ് ബുദ്ധ, അങ്ങനെയുള്ള ഒത്തിരി ഉപകരണങ്ങളുണ്ട്. ഇത് വെക്കൽ മാത്രമല്ല ഫെങ്ഷുയി എന്ന് പറയുന്നത്. ഫെങ്ഷുയി എന്ന് പറയുമ്പോഴത്തേക്ക് ഈ വർഷത്തെ ഇപ്പൊ ഈസ്റ്ററിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചു മെഡിസിൻ ബുദ്ധ. അപ്പൊ മെഡിസിൻ ബുദ്ധ എന്ന് പറയുന്ന സംഭവമുണ്ട്. ആ മെഡിസിൻ ബുദ്ധ കറക്റ്റ് നമ്മുടെ ഈസ്റ്റിലോട്ട് തന്നെ നമ്മൾ പ്ലേസ് ചെയ്യണം, അവിടുത്തെ ഇത് കുറയ്ക്കാനായിട്ട്. അതിനൊക്കെ തന്നെ ചിലപ്പോൾ ലൈറ്റ് ആയിരിക്കാം, പ്രകാശങ്ങളായിരിക്കാം, അതിനൊക്കെയുള്ള പല മാറ്റങ്ങളും നമ്മൾ അവിടെ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ മനുഷ്യനെയും ജീവജാലങ്ങളെയും ഒക്കെ ഓരോ വർഷക്കണക്കിനും മാസക്കണക്കിനും മണിക്കൂറിലും ഓരോ നിമിഷത്തിലും നിയന്ത്രിക്കുന്ന തായ്സുയി, ഓരോ നിമിഷവും ഓരോ ജീവജാലങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവുള്ള തായ്സുയി. അപ്പൊ വേഴ നക്ഷത്രത്തിനെ പ്രതികരിക്കുന്ന അദ്ദേഹം എന്ന് പറയാം, ഒരു ശക്തി എന്ന് പറയാം. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന വ്യതിയാനങ്ങളെ എല്ലാം തന്നെ മനുഷ്യന് ഒരുപാട് കണ്ടുപിടുത്തങ്ങളും കാര്യങ്ങളും ശാസ്ത്രം പുരോഗമിച്ചു കഴിഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ വിരൽത്തുമ്പിലായി. എങ്കിൽ തന്നെയും ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന ശാസ്ത്രങ്ങളെ അല്ലെങ്കിൽ വ്യതിയാനങ്ങളെ മനുഷ്യന്റെ വിരൽത്തുമ്പിൽ നിർത്താൻ കഴിയാത്തടത്തോളം കാലം, ഈശ്വര വിശ്വാസി ആയിക്കോട്ടെ, നിങ്ങൾ അവിശ്വാസി ആയിക്കോട്ടെ, പക്ഷെ ഇതിനെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്തടത്തോളം കാലം ഏതോ ഒരു പ്രാപഞ്ചിക ശക്തി നമ്മളെ നിയന്ത്രിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുകയും ആ ശക്തിക്ക് മുമ്പിൽ നമ്മൾ പലപ്രാവശ്യം പറഞ്ഞ പോലെ മടക്കേണ്ടി വരും. അതാണ് സത്യം. സാർ, നമുക്ക് ഇതിലേക്ക് വരും കോൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ, നമസ്കാരം, ഗൃഹപാഠത്തിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഹലോ, നമസ്കാരം. ഞാൻ സൗദിയിലാണ്. ആരാണിത്? സൗദിയിലാണ്, അജീഷ് ബാബു ആണ്. ഓക്കെ, സാറിനോട് സംസാരിച്ചോളൂ. പറയൂ. ഹലോ, പറഞ്ഞോളൂ. സാർ, അജീഷ് ബാബു ആണ്. അതെ, പറഞ്ഞോളൂ. പറയൂ. സാർ, ഞാൻ വിളിക്കുന്നത് എന്റെ വീടിന്റെ കിഴക്ക് ഭാഗത്ത് പിന്നെ സ്പേസ് കുറവാണ്. അപ്പൊ അതിന് എന്തെങ്കിലും വീടുകളിൽ വല്ല ദോഷങ്ങളുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ചോദിക്കുന്നത്. അല്ല, ശരിക്കുള്ള നമ്മുടെ മുഖയിരിക്കുന്നത് പടിഞ്ഞാറ് ഭാഗത്തോടെ വീടിന്റെ മുഖയിരിക്കണേ. പടിഞ്ഞാറ് ഭാഗത്ത് മുഖയിരിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. കിഴക്ക് വശം, അതായത് കിഴക്ക് വശമാണ് കൂടുതൽ വേണ്ടത്. പടിഞ്ഞാറിനെ അപേക്ഷിച്ച് കിഴക്കാണ് കൂടുതൽ വേണ്ടത്. ഹലോ, പോയി. പറഞ്ഞോളൂ. അതാണ് പറഞ്ഞത്, കിഴക്കിനെ അപേക്ഷിച്ച് പടിഞ്ഞാറ് കുറഞ്ഞിരുന്നാൽ മതി. അത് കേട്ടാൽ മതി. പിന്നെ കൂടുതൽ സംശയം ഉണ്ടെങ്കിൽ ഞാൻ ഇറങ്ങുമ്പോഴത്തേക്ക് വിളിച്ചോ. അതിപ്പോ നിങ്ങൾക്ക് ക്ലിയർ ആയി കേൾക്കാൻ പറ്റുന്നില്ല, നെറ്റിൽ നിന്നായിരിക്കും ചിലപ്പോൾ കോൾ ചെയ്യുന്നത്. ഇറങ്ങിയിട്ട് പിന്നെ വിളിച്ചോ. ഓക്കെ സാർ, അതെന്താ സാർ കിഴക്കിനും പടിഞ്ഞാറിനും എന്താണ്? അതായത് ചോദിച്ചത് പടിഞ്ഞാറ് വശം കിഴക്ക് വശം കുറവാണെന്നാണ് പറഞ്ഞത്. അത് നമ്മുടെ വാസ്തു അല്ലെങ്കിൽ വാസ്തു മണ്ഡലം തിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വേണ്ടത് വടക്കും കിഴക്കും കൂടുതലും സ്പേസ് വേണം. തെക്കും പടിഞ്ഞാറും അതിനെ അപേക്ഷിച്ച് കുറവ് മതി. അപ്പൊ കിഴക്ക് കൂടിപ്പോയി കുറഞ്ഞു പോയാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. കുഴപ്പമുണ്ടോ എന്ന് വെച്ചാൽ ഇതെല്ലാം വിശ്വാസമാണ്. ആ വിശ്വാസപ്രകാരം എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ട്. അത് മാറ്റുക. മനസ്സിലാക്കാണെന്ന് തോന്നുന്നു. താങ്ക്സ് ഫോർ. അപ്പൊ പടിഞ്ഞാറ് വശത്തിനെ കുറച്ചൊന്ന് കെട്ടിത്തിരിച്ച് കുറയ്ക്കുക. കിഴക്കിനേക്കാൾ ഇപ്പൊ കിഴക്ക് 2 മീറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ 1.5 മീറ്റർ ആയിട്ട് ഇതിനെ കുറയ്ക്കുക. അത്രേ ഉള്ളൂ. ഇപ്പൊ ഫെങ്ഷുയിലെ അളവുകളും കണക്കുകൾ പറയുന്നില്ല എങ്കിൽ പോലും ഇതിങ്ങനെ ചെയ്യപ്പെടുത്തേക്ക് ആ മാറ്റം ഉണ്ടാവും. നമ്മൾ പറഞ്ഞു വന്ന വർഷങ്ങളുടെ. അപ്പൊ ഈ ഫ്ലൈയിങ് സ്റ്റാർ ഫെങ്ഷുയിൽ വരുന്നത് ഇത് ഓരോ ആനിമൽ സൈൻ അനുസരിച്ചാണ് ഈ വർഷങ്ങളുടെ മാറ്റം വരുന്നത്. ഇപ്പൊ കഴിഞ്ഞ വർഷം നടപ്പോഴത്തേക്ക് നമുക്ക് വാട്ടർ സ്നേക്ക് ആയിരുന്നു. ഇപ്പൊ ഹോഴ്സാണ്. ഹോഴ്സ് ഒരുപാട് സ്ഥലത്ത് നമ്മളിപ്പോ ഒരുപാട് പേര് വിളിച്ച് ചോദിക്കുകയും അത് ആക്റ്റീവ് ആക്കുകയും ചെയ്തു. ഹോഴ്സിന്റെ ഇയർ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ വർഷം സംഭവിക്കാനുള്ള ഏറ്റവും പ്രധാന കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് തെക്ക് ഫയർ എനർജി കൂടുതലായിരിക്കും. അതുകൊണ്ട് അതികഠിനമായിട്ടുള്ള വരൾച്ച വരാൻ സാധ്യതയുണ്ട്. വടക്ക് എവിടെയെങ്കിലും തീപിടുത്തത്തിനുള്ള സാധ്യത വരാൻ വീണ്ടും കോൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ, നമസ്കാരം, ഗൃഹപാഠത്തിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഹലോ, ഗൃഹപാഠമല്ലേ? അതെ, ഇതാരാണ്? സംസാരിക്കാമല്ലോ. ഇതാരാണ്? ഞാൻ ഡൽഹിയിൽ നിന്ന് വിളിക്കുക. എന്റെ പേര് രാജശ്രീ. ഓക്കെ, സാറിനോട് സംസാരിച്ചോളൂ. വീട് കായംകുളത്താണ്. സംസാരിച്ചോളൂ. ഞാനാണ് എന്റെ വീടിന്റെ സ്ഥാനം കണ്ടുകൊണ്ടിരുന്നപ്പോഴാണെങ്കിൽ എന്റെ ഹസ്ബൻഡ് വീടിന് കല്ലിട്ടപ്പോ ആ കല്ല് കൊണ്ടിട്ട് തന്നെ ഹസ്ബൻഡിന്റെ കൈ മുറിഞ്ഞിട്ട് ബ്ലഡ് ആണ് അവിടെ ആദ്യം കണ്ടത്. പിന്നെ വീട് പണിത് ബെൽറ്റ് വാർപ്പൊക്കെ ആയപ്പോഴത്തേക്ക് പുള്ളിക്ക് ആക്സിഡന്റ് ഉണ്ടായി. 3 മാസത്തോളം ഭയങ്കര ഓർമ്മക്കുറവിലൊക്കെ കിടക്കുമായിരുന്നു. അപ്പൊ വീടിന് എന്തെങ്കിലും സ്ഥലത്തിന് എന്തെങ്കിലും ഇതുണ്ടോ എന്നുള്ളത് ഇനിയും വാസ്തുവിലെ കുഴപ്പമാണോ എന്ന് അറിയാൻ വേണ്ടി സാറിനെ വിളിച്ചതാ. അല്ല, അത് ഏത് ഭാഗത്താണ് ആദ്യമായിട്ട് നമ്മളെ തറക്കല്ലിട്ടത്? കന്നിമൂലയിൽ തന്നെയാണോ? കന്നിമൂലയ്ക്ക്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ കണക്ക് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും തികച്ചും ആ ഭൂമിയെ പറ്റി, ആ വീടുണ്ടാക്കുന്ന സ്ഥലത്തിനെ പറ്റി അതിന്റെ ചരിത്രം എന്താണെന്നോ, അത് നേരത്തെ എന്തുണ്ടായിരുന്നു, അവിടെ കാവായിരുന്നോ, ക്ഷേത്രമായിരുന്നോ, ബ്രാഹ്മണ ഭൂമിയായിരുന്നോ, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്ഥാപനം ഉണ്ടായിരുന്നോ, ഏതെങ്കിലും ഡെഡ് ബോഡി അവിടെ അടക്കിയിട്ടുണ്ടോ, അങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങളും. പക്ഷെ അതാണ്, പക്ഷെ ഒരു വീട് വെക്കുന്നതിന്
സ്ഥലം നോക്കിയപ്പോ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് നമ്മൾ അങ്ങനെ വാങ്ങി. അതെ വാങ്ങി, പക്ഷെ നമ്മൾ അത് അന്വേഷിക്കേണ്ടിയിരുന്നു. നമുക്ക് സ്ഥിരമായിട്ട് താമസിക്കാനുള്ള ഒരു സ്ഥലമാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടിയിരുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അതിന്റെ ഹിസ്റ്ററി, അതിന്റെ ചരിത്രം നമ്മൾ അറിഞ്ഞിരിക്കണം. അത് ഏത് രീതിയിൽ പെടുന്ന ഭൂമിയാണെന്ന് നമ്മൾ അറിഞ്ഞിരുന്നാൽ നമ്മുടെ വാസ്തുശാസ്ത്രത്തിലെ പ്രമുഖരായ ആൾക്കാർ, നമ്മുടെ ഭാരതത്തിൽ ജീവിച്ചിരിക്കുന്ന, കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ആൾക്കാരുടെ അഭിപ്രായം അനുസരിച്ച് അത് ചെയ്യേണ്ടിയിരുന്നു. എന്തായിരുന്നാലും ഒരു അപശകുനമാണ് നമ്മൾ കണ്ടത്. എങ്കിലും അതെല്ലാം മാറ്റി ധൈര്യം സംഭരിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. അതിനുള്ള വാസ്തുവായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്യാൻ കഴിയും. അത് കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ യാതൊരു വിധത്തിലുള്ള കുഴപ്പമുണ്ടാവില്ല. ഇപ്പൊ അത്യാവശ്യമായിട്ട് ഫെങ്ഷുയി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലാക്ക് ടെർമിനൽ എന്ന് പറയുന്ന കറുത്ത കല്ലുകളുണ്ട്. അപ്പൊ ഒരു വീടിന്റെ, ഒരു ഭൂമിയുടെ സംരക്ഷണത്തിന്, പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ആ കല്ല് 4 വശത്തായിട്ട്, അതായത് പണ്ട് കാലത്ത് ആദിവാസികളടക്കം, അതായത് നമ്മുടെ മുൻപ് ഉണ്ടായിരുന്ന കാട്ടിൽ അധിവസിക്കുന്ന ഞങ്ങൾ പിന്നെ പാല് കാച്ചുന്ന വീട് താമസിക്കുന്ന സമയത്ത് നമ്മൾ അത് പഞ്ചശരത്തൊക്കെ സ്ഥാപിക്കുകയൊക്കെ ചെയ്തതാണ്. അപ്പൊ താമസം തുടങ്ങിയോ? ഇപ്പൊ വീടിന്റെ പണി കഴിഞ്ഞോ? വീടിന്റെ പണി കഴിഞ്ഞപ്പോ നമ്മൾ താമസിച്ചിട്ട് 3 വർഷമായിട്ടുണ്ട്. അപ്പൊ 3 വർഷമായിട്ടുണ്ടെങ്കിൽ ശരിക്കും നിങ്ങൾ ഫെങ്ഷുയി ചെയ്യുക. അത് വിളിച്ച് നിങ്ങൾ, ഞാൻ ഇറങ്ങിയ ശേഷം വിളിച്ചാൽ മതി. അതിന് വേണ്ടുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ്. അപ്പൊ ഇവർ ചെയ്യേണ്ടിരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്ലാക്ക് ടെർമിനൽ എന്ന് പറയുന്ന കല്ലുകൾ അതിന്റെ വീടിന്റെ സംരക്ഷണത്തിന് വേണ്ടി നമ്മൾ ചെയ്യാറുണ്ട്. കുറച്ച് വിലപിടിപ്പുള്ള കല്ലുകളാണ്, കറുത്ത കല്ലുകൾ. അപ്പൊ അത് 4 വശത്ത് കൊടുത്തു കഴിഞ്ഞാൽ വിശ്വാസം, അതാണ് എല്ലാം. വിശ്വാസം, അതായത് ദൃഢമായ നിശ്ചയം, ദൃഢനിശ്ചയം, ശക്തമായിട്ട് ഒരു കാര്യത്തിനെ വിശ്വസിച്ച് കഴിഞ്ഞാൽ അത് മനുഷ്യന് വളരെയധികം മനധൈര്യവും മനസാന്നിധ്യവും ഉണ്ടാക്കിത്തരും. അതായത് അജ്ഞതയാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ വിപത്ത്. അറിവിന്റെ പ്രകാശം മനുഷ്യ ജീവിതം ധന്യമാക്കുന്നു. സത്യമല്ലേ? അപ്പൊ അത് നമ്മൾ ചെയ്യണം. നമ്മൾ അറിവിന്റെ, നമുക്ക് അജ്ഞത കൊണ്ടാണ് ചില കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്. ഇപ്പൊ അത് പഴയ കാലങ്ങളിൽ നിങ്ങളെ വിശ്വസിച്ചിരുന്നതിൽ നിന്ന് വ്യതിചലിക്കേണ്ട സമയം കഴിഞ്ഞു. മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട്, മനുഷ്യന്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് ശാസ്ത്രത്തെ, സത്യമായ, അതായത് സത്യങ്ങളെയാണ് ശാസ്ത്രം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്, അസത്യങ്ങളെയല്ല. സത്യമായിട്ടും നടപ്പിലാവുന്ന കാര്യങ്ങളെ നമ്മൾ കണ്ടറിഞ്ഞ് സത്യമായിട്ട് അതിനെയാണ് നമ്മൾ ശാസ്ത്രം എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പൊ ആ ശാസ്ത്രം എന്താണെന്ന് അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പുച്ഛത്തോട് കൂടിയിട്ട് ഒന്നിനെയും നമ്മൾ തള്ളിക്കളയേണ്ടതില്ല. മനുഷ്യന് അനിവാര്യമായതും ജീവിത വിജയത്തിന് അനിവാര്യമായതും, ഇപ്പൊ ജാതി, ഗുരു പറഞ്ഞതുപോലെ മതമേതായാലും മനുഷ്യൻ നന്നായാലും മതി എന്ന് അദ്ദേഹം പറഞ്ഞു. അതൊക്കെ തന്നെ ജാതി മത ഭേദങ്ങളൊന്നുമില്ലാതെ കേരളീയ ജനത, കേരളത്തിലുള്ള എല്ലാ മതസ്ഥരും എന്നെ വിളിക്കാറുണ്ട്. അത് സത്യം എനിക്കറിയാം. ആൾക്കാരുടെ വ്യക്തികളുടെ പേര് പറയേണ്ട ആവശ്യമില്ല, എല്ലാവരും വിളിക്കുന്നുണ്ട്. അപ്പൊ ഫെങ്ഷുയി അല്ലെങ്കിൽ വാസ്തു എന്ന വാസ്തവത്തെ നമ്മളെ കേരളീയ ജനത, ഭാരതീയ ജനത അംഗീകരിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് എന്നെ കണക്കുള്ള കുറെ ആൾക്കാർ, ഇപ്പൊ ഞാനീ ഫെങ്ഷുയി ഇളക്കി മറിച്ചത്, ഒരുപാട് പേര് ഇപ്പൊ ഇതുകൊണ്ട് ജീവിക്കുന്നുണ്ട്. സത്യമാണ്. ഓക്കെ സാർ, നമുക്ക് വീണ്ടും കോൾ വെയിറ്റ് ചെയ്യുന്നു. ഹലോ, നമസ്കാരം, ഗൃഹപാഠത്തിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഹലോ, ഇത് പാലക്കാട് നിന്നാണ് വിളിക്കുന്നത്. ആരാണിത്? പറയൂ. പാലക്കാട് നിന്ന് വിജയാണ്. ഓക്കെ, സാറിനോട് സംസാരിച്ചോ. ഈ ഫിഷ് ടാങ്ക് എങ്ങോട്ട് നോക്കി വെക്കണം? എന്റെ വീട് വന്നിട്ട് വടക്കോട്ടാണ്. അപ്പൊ എവിടെ വെക്കണം? അപ്പൊ ഇറങ്ങുമ്പോഴത്തേക്ക് നമുക്ക് വലതുവശത്ത് ഫിഷ് ടാങ്ക് വേണ്ട, ഇടതുവശത്ത് മതി. വടക്ക് വശത്ത് വെക്കാം, അല്ലെങ്കിൽ തെക്ക് കിഴക്കാകാം. തെക്ക് കിഴക്ക് വെക്കാവോ? അല്ല സാർ, അപ്പൊ എൻട്രൻസ് വരുമ്പോ അത് വടക്കോട്ട് നോക്കിയാവും. അതിന് കുഴപ്പമില്ല, നമുക്ക് തെക്ക് കിഴക്കല്ലേ വെക്കാൻ പറ്റും. ഒരു സൈഡിൽ പേപ്പർ കൊണ്ട് അടയ്ക്കാൻ പറ്റത്തില്ലല്ലോ. ഓക്കെ സാർ, അപ്പൊ ഓക്കെ, താങ്ക് യു സാർ. ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ് സാർ. നമുക്കൊരു ബ്രേക്ക് എടുക്കാൻ സമയമായി. ഗൃഹപാഠം ആഫ്റ്റർ ഷോർട്ട് ബ്രേക്ക്.